Are you guys ready? Are you guys ready to welcome Malayalatinte Mohanlal? Let's welcome Lalendan, everyone. നമ്മളത് വളരെ മീൻ ചെയ്ത് തന്നെയാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും ഭാഷാഭേദമന്യേ നമ്മുടെ ലാലേട്ടനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. Are you ready to hear from Mohanlal? ശരി, ലാലേട്ടന്റെ പുരുഷ ഫാൻസ് മാത്രം ഇച്ചിരി ബഹളം തന്നെ കേൾക്കട്ടെ. ഇനി ലാലേട്ടന്റെ സ്ത്രീകളായിട്ടുള്ള ഫാൻസ് മാത്രം വന്നേ. ഇനി ഒരുമിച്ച്. That's how much we love you, Lalenda. To your words. ഈ ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും എൻ്റെ പ്രണാമം. ഹാപ്പി മദേഴ്സ് ഡേ. ഡിസ്റ്റിംഗ്വിഷ്ഡ് dignitaries, respected guests, friends and fellow members of the global Kerala community. Good evening and namaskaram. പ്രിയപ്പെട്ടവരെ, ഒരുപാട് നന്ദി. താങ്ക് യു. എന്താ പറയേണ്ട, ഫോർ ദ വാം വെൽക്കം. ഇറ്റ് വാസ് എ വണ്ടർഫുൾ വെൽക്കം. താങ്ക് യു സോ മച്ച്. ആദ്യം ഈ സ്നേഹാദരത്തിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു തുടങ്ങട്ടെ. കടലോളമുള്ള ഈ സ്നേഹപ്രണത്തിന് ഒറ്റ വാക്കിലുള്ള മറുപടി ഞാൻ പറയാം: തുടരും എന്നാണ്. ഈ സ്നേഹം തുടരും. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടെ രക്ഷാകർത്തത്തിലുള്ള ഈ മേളയിൽ മലയാളത്തെയും ഇന്ത്യയെയും പ്രതിനിധീകരിക്കുന്നതിൽ എനിക്കേറെ അഭിമാനമുണ്ട്. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം തെളിയിക്കുന്നതാണ് കമോൺ കേരള എന്ന GCCയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ഇവന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൾഫ് മാധ്യമവുമായി മുമ്പും എനിക്ക് സഹകരിക്കാനായിട്ടുണ്ട്. ദുബായ് സർക്കാരിനൊപ്പം ചേർന്ന് നടത്തിയ എൻ്റെ സ്വന്തം മലയാളം പരിപാടിയിൽ പ്രിയപ്പെട്ട MT സാർ ഉൾപ്പെടെ 15ഓളം വിശിഷ്ട വ്യക്തികൾക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു. പിന്നീട് മലയാള അക്ഷരങ്ങൾ കോർത്തിണക്കി മാധ്യമവും അമ്മയും ചേർന്ന് നടത്തിയ അക്ഷരവീട് പദ്ധതിയിലും അതിലെല്ലാം ഏറെ ആത്മസംതൃപ്തി നൽകിയതാണ് എന്നുകൂടി ആമുഖമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ബിയോണ്ട് ബോർഡേഴ്സ്, അതിരുകൾക്കപ്പുറം എന്നാണല്ലോ ഈ വർഷത്തെ ഈ കൂട്ടായ്മയുടെ പ്രമേയം. കലാകാരൻ എന്ന നിലയിൽ അതെന്നെ വല്ലാത്ത ആകർഷിച്ചൊരു തീമാണ്, ഒരു ടൈറ്റിലാണ്. ഈ ഭൂമിയിൽ മനുഷ്യരുണ്ടാക്കുന്ന അതിരുകളെ കച്ചവടത്തിലൂടെയും കലയിലൂടെയും നാം തന്നെ ഭേദിക്കുകയും മറികടക്കുകയും ചെയ്യുന്നതിന് ലോകചരിത്രം തന്നെയാണ് സാക്ഷി. കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ മലയാളികളുള്ള രാജ്യവുമാണല്ലോ UAE. അതിനാദ്യം നന്ദി പറയേണ്ടത് UAEയിലെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളെയാണ്. ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്ത് ഞാൻ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു രാജ്യമാണ് UAE. അതെനിക്ക് നേടാനായത് അതിരുകൾക്കപ്പുറം നീളുന്ന കലയുടെ സ്വാധീനം കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഗീതത്തിന് ഭാഷയില്ല എന്ന് നാം പറയും. നമ്മുടെ സംഗീതത്തിൽ ഈ സൂഫി അറബ് സംഗീതത്തിൻ്റെ സ്വാധീനവും പ്രകടമാണ്. അതുപോലെ തന്നെയാണ് സിനിമ അടക്കമുള്ള കലയുടെ കാര്യവും. കലയ്ക്കും കലാകാരന്മാർക്കും മാത്രമാവണം മനുഷ്യനിർമ്മിതമായ എല്ലാ അതിരുകളെയും അപ്രസക്തമാക്കിക്കൊണ്ട് എവിടെയുമുള്ള സാധാരണ മനുഷ്യരുടെ വിചാരങ്ങളെയും ധർമ്മസങ്കടങ്ങളെയും പ്രതിനിധാനം ചെയ്യാനും ആവിഷ്കാരം ചെയ്യാനും സാധിക്കുക. അതിരുകൾ മായ്ക്കുന്ന ഈ ആദരം സിനിമാ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ്, ഉത്തരവാദിത്തമാണ്. എന്നും ഈ സ്നേഹത്തണലിൽ ഇരിക്കണമെന്നാണ് ആഗ്രഹം. ഈ യാത്രയിൽ മനുഷ്യർ തമ്മിലുള്ള അതിരുകൾ ഇല്ലാതാകട്ടെ, എന്നും എവിടെയും നന്മ മാത്രം പരന്നൊഴുകട്ടെ. And to the youth, may this event inspire you to dream bigger. To the entrepreneurs, may it open new avenues of growth. To every guest here, may it offer a window into the soul of Kerala, resilient, radiant, and ever welcoming. In the spirit of togetherness and progress, let us walk forward hand in hand, forging bonds that last well beyond these 3 days of celebration. ഒരുപാട് നന്ദി.